ഇന്നൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ക്യൂബ്സ് ആക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു മുട്ട, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അരമുറി നാരങ്ങയുടെ നീര്, സോയാ സോസ് 1 ടീസ്പൂൺ, അല്പം ഫുഡ് കളറ്, കോൺഫ്ലവർ ഇത്രയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. 2 സവാള, 1 ക്യാപ്സിക്കം ക്യൂബ്സ് ആക്കി അരിഞ്ഞ് വെക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പൊരിച്ചെടുക്കാം. ഭയങ്കര ഓവറായിട്ട് കരിഞ്ഞു പോവണ്ട, ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇൻഗ്രീഡിയൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് ഓർഡറിൽ കൊടുത്തേക്കാം. ഡൗട്ടുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നോക്കാം. ഇതുപോലെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇവ രണ്ടും നല്ലോണം വഴറ്റിയെടുക്കാം. വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ചേർത്ത് ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം, ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന ക്യാപ്സിക്കും സവാളയും ഇത് രണ്ടും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അധികം നേരം ഇത് രണ്ടും കൂടി ഓയിലിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ക്യാപ്സിക്കും ഒണിയനും കുറച്ച് ക്രഞ്ചി ആയിട്ട് കടിക്കാൻ പറ്റിയ രീതിക്ക് കിട്ടണം, ചിക്കനെ പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം, വേഗം ഒന്ന് സോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ലാസ്റ്റ് നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കാം. നല്ലോണം നമ്മുടെ സവാളയും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് സോട്ടായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സോസസായിട്ട് ടൊമാറ്റോയും സോയാ സോസും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചില്ലി സോസ് ആവശ്യമുള്ളവർക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്ക് ചില്ലി സോസ് യൂസ് ചെയ്യും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ചില്ലി സോസ് ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല. ഇതിലേക്ക് ഒരു 2 സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉമ്മച്ചിക്ക് ഇതിൽ അളവൊക്കെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഉമ്മച്ചി ജസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. 2-2.5 സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തു. കറക്റ്റ് അളവ് ഡിസ്ക്രിപ്ഷനിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇട്ടേക്കാം. പിന്നെ ഒരു 2-3 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തു. സോസസൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർത്ത് കൊടുത്താലും മതി. ഫസ്റ്റ് ഇടുമ്പോൾ കുറച്ചിട്ടാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഒരല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം 1 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കോൺഫ്ലവർ ഒഴിക്കുന്നത് ഇതിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കട്ടിയിൽ കിട്ടും ഇതിൻ്റെ ഗ്രേവി. ഇതെന്താണെന്ന് വെച്ചാൽ റെഡ് കളറിലിരിക്കുന്നത് ഉമ്മിച്ചി ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ പ്ലേറ്റിൽ തന്നെയായിരുന്നു വെള്ളത്തിൽ കോൺഫ്ലവർ കലക്കിയത്. ഒരേ പ്ലേറ്റിൽ തന്നെ ആയതുകൊണ്ടാണ് ഈ കളറ്. ഇതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞങ്ങളൊരു 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, കുറവ് വേണമെങ്കിൽ കുറവ്, അത് യൂസ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിടാം. ഓൾറെഡി ചിക്കൻ പൊരിക്കുമ്പോൾ ഉപ്പിടണോണ്ട് ആദ്യമേ തന്നെ കുറേ ഉപ്പിടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് കറിയൊക്കെ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങൾ ചാറ് കുറച്ചാണ് എടുത്തേക്കണം. നമുക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ ഒഴിച്ച് കലക്കുമ്പോൾ ആ വെള്ളം നമ്മൾ കൂട്ടിയെടുത്താലും മതി. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് ചില്ലി ചിക്കൻ്റെ റെസിപ്പി. നിങ്ങളിത് വീഡിയോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാം.